the topic എനർജി സോഴ്സസ് അല്ലേ. എനർജി സോഴ്സസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനർജി സോഴ്സസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി ആൻഡ് നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി. അതായത് കൺവെൻഷണൽ ഓർ നോൺ കൺവെൻഷണൽ. റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി ഈസ് ഓൾസോ നോൺ ആസ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ആൻഡ് കൺവെൻഷണൽ എനർജി സോഴ്സസ് ഈസ് ഓൾസോ നോൺ ആസ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. ഓക്കെ, അപ്പോൾ അത്രയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ കൺവെൻഷണൽ എനർജി സോഴ്സസ് ആർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു commercial energy sources and non-commercial energy sources, and examples of commercial energy sources are coal, oil and natural gas, thermal power, and non-commercial energy sources are firewood, hydropower, nuclear power, and non-conventional energy sources. Examples of renewable energy sources are solar energy, wind energy, tidal energy, geothermal energy, biomass based energy. Okay, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ആയിട്ടുള്ള ഈ സോളാർ എനർജി, വിൻഡ് എനർജി ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് സോളാർ എനർജി. ഓക്കെ ഓക്കെ അപ്പോൾ സോളാർ എനർജി എന്താണ്? സോളാർ എനർജി എന്ന് പറയുന്നത് ദ എനർജി കം ഫ്രം സൺ അല്ലേ. സണ്ണിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ് സോളാർ എനർജി എന്ന് പറയുന്നത്. സോളാർ എനർജി ഈസ് ദ എനർജി റിസീവ്ഡ് ബൈ ദി എർത്ത് ഫ്രം ദി സൺ. This energy is in the form of solar radiation, which makes the production of solar electricity possible. Okay, അപ്പം സണ്ണിൽ നിന്ന് വരുന്ന എനർജീസിനെയാണ് നമ്മൾ സോളാർ എനർജി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് ഉണ്ടാക്കാന്നാണ് പറയുന്നത്? അത് യൂസ് ചെയ്ത് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇലക്ട്രിസിറ്റി മാത്രമല്ല, സോളാർ എനർജീനെ നമുക്ക് വേറെ എനർജി ഫോംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ സണ്ണിൽ നിന്ന് നടക്കുന്ന റിയാക്ഷൻ അല്ലേ, സണ്ണിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ആ റേഡിയേഷൻ കിട്ടുന്നത് അല്ലേ? സണ്ണിലൊരു റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഏതായിരുന്നു സണ്ണിൽ നടക്കുന്ന റിയാക്ഷൻ? എന്താ? ഫിഷൻ ആണോ ഫ്യൂഷൻ ആണോ? ഫിഷൻ ആണോ ഫ്യൂഷൻ റിയാക്ഷൻ ആണോ സണ്ണിൽ നടക്കുന്നത്? പഠിച്ചിട്ടുണ്ടാവുമല്ലോ. സണ്ണിൽ നടക്കുന്നത് ഫിഷൻ ആണോ ഫ്യൂഷൻ റിയാക്ഷൻ ആണോ സണ്ണിൽ നടക്കുന്നത്? പറഞ്ഞേ അക്ഷയ്. അക്ഷയ്, സണ്ണിൽ ഏത് പ്രോസസ്സ് നടക്കുന്നത്? ഫിഷൻ റിയാക്ഷൻ ആണോ ഫ്യൂഷൻ റിയാക്ഷൻ ആണോ നടക്കുന്നത്? അതായത് ഫിഷൻ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് അപ്പ് ചെയ്യുക, ഫ്യൂഷൻ എന്ന് പറയുന്നത് കൂടിച്ചേരുക അല്ലെ. അപ്പൊ സണ്ണിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഫ്യൂഷൻ റിയാക്ഷൻ ആണ് അല്ലെ. ഹൈഡ്രജൻ മോളിക്യൂൾസ് ഹീലിയം മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അതാണ് സണ്ണിൽ നിന്ന് നടക്കുന്ന പ്രോസസ്സ്. അപ്പൊ ആ ഒരു റിയാക്ഷനിൽ നടക്കുന്ന ആ ഒരു കെമിക്കൽ റിയാക്ഷനിലാണ് നമുക്ക് റേഡിയേഷൻസ് എമിറ്റ് ചെയ്ത് നമ്മുടെ എർത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് സണ്ണിൽ നിന്നുള്ള റേഡിയേഷനിൽ നമുക്ക് കിട്ടുന്ന എനർജീസ് ഏതൊക്കെയാണ്? മെയിൻ ആയിട്ട് കിട്ടുന്നത് ഹീറ്റ് എനർജി ആൻഡ് ലൈറ്റ് എനർജിയാണ്. ഹീറ്റ് എനർജിയും ലൈറ്റ് എനർജിയാണ് നമുക്ക് സണ്ണിൽ നിന്ന് കിട്ടുന്നത്. Then types of solar energy. First one is passive solar energy, active solar energy, photovoltaic solar power, solar thermal energy, and concentrated solar power. Okay, passive solar energy means it is a method in which solar energy is harnessed in its direct form without using any mechanical devices. Drying clothes in daylight is an example of using സോളാർ എനർജി പാസീവ്ലി. അപ്പം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സണ്ണിൽ നിന്നുള്ള എനർജി യൂസ് ചെയ്യുക, അതായത് ഒരു എക്സ്റ്റേണൽ എക്യുപ്മെന്റ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡിവൈസിന്റെ ഒരു പ്രസൻസിലല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സണ്ണിൽ നിന്നുള്ള എനർജി യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാസീവ് സോളാർ എനർജി എന്ന് പറയുന്നത്. ഡ്രൈയിങ് ക്ലോത്ത്സ് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ നമ്മൾ സോളാർ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം എനർജീസിനെയാണ് നമ്മൾ പാസീവ് സോളാർ എനർജി എന്ന് പറയുന്നത്. പാസീവ് സോളാർ എനർജി ഈസ് എ മെത്തേഡ് ഇൻ വിച്ച് സോളാർ എനർജി ഈസ് ഹാർനസ്ഡ് in its direct form without using any mechanical devices. Drying clothes are examples അല്ലെ. ഡ്രൈയിങ് ക്ലോത്ത്സ് എക്സാമ്പിൾസ്. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അല്ലെ നട്ട്സ് ഒക്കെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഡ്രൈ ചെയ്യാൻ അങ്ങനെ ഡ്രൈയിങ് പർപ്പസിന് ഉപയോഗിക്കുന്നതെല്ലാം ഡയറക്റ്റ് സൺലൈറ്റ് നമ്മൾ എക്സ്റ്റേണൽ ഡിവൈസസിന്റെ ആവശ്യമില്ലാതെ ഹീറ്റ് എനർജി ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ അത് നമുക്ക് പാസീവ് സോളാർ എനർജി ആയിട്ട് പറയാം. പാസീവ് സോളാർ എനർജി ഹാസ് എ ഫ്യൂ ആപ്ലിക്കേഷൻ വിച്ച് ഓൾ ഓഫ് us ക്യാൻ യൂസ്. ഫസ്റ്റ് വൺ ഡേ ലൈറ്റനിങ് അല്ലെ. ലൈറ്റ് എനർജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഡേ ലൈറ്റനിങ് അല്ലെ.
പകൽ സമയം വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ, നമ്മൾ ഡേ ലൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് പാസീവ് സോളാർ എനർജിയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ പാസീവ് സോളാർ ഹീറ്റിംഗ് ഉണ്ട് അല്ലേ, ഇതിപ്പോൾ പറഞ്ഞ പോലെ ഡ്രൈയിങ്ങിനൊക്കെ. പിന്നെ പാസീവ് സോളാർ കൂളിങ്ങിനും നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യും, പാസീവ് സോളാർ എനർജി യൂസ് ചെയ്യും. ദെൻ active solar energy. The active solar energy employs mechanical or electrical equipment for functioning and increase system efficiency. As an example, water pumps are used to circulate water through the active solar energy water heating system. ആക്റ്റീവ് സോളാർ എനർജി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ എക്യുപ്മെന്റിന്റെ ഒരു ഹെൽപ്പോട് കൂടി അത് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ നമ്മുടെ സോളാർ എനർജി യൂസ് ചെയ്യാം, അതാണ് ഒരു എക്യുപ്മെന്റിന്റെ സഹായത്തോടു കൂടി നമ്മൾ സോളാർ എനർജി യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ആക്റ്റീവ് സോളാർ എനർജി എന്ന് പറയുന്നത്. ദ ആക്റ്റീവ് സോളാർ എനർജി എംപ്ലോയ്സ് മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്. അപ്പം കൂടുതലായിട്ടും മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ആണ് ഇത് യൂസ് ചെയ്യുക. And increase system efficiency. As an example, water pumps are used to circulate water through the active solar energy water heating system. അപ്പോൾ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം സോളാർ എനർജി യൂസ് ചെയ്ത് വാട്ടർ ഹീറ്റ് ചെയ്ത് അതിൽ വരുന്ന മെക്കാനിക്കൽ എനർജി, അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജി യൂസ് ചെയ്ത് അതിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് വാട്ടർ പമ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു ആക്റ്റീവ് സോളാർ എനർജിയുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. സം ആപ്ലിക്കേഷൻസ് ഓഫ് ആക്റ്റീവ് സോളാർ എനർജി വിച്ച് ക്യാൻ ബി വെരി ഹെൽപ്ഫുൾ ടു ഓൾ ഓഫ് us: ആക്റ്റീവ് സോളാർ വാട്ടർ ഹീറ്റിംഗ്, ആക്റ്റീവ് സോളാർ പൂൾ ഹീറ്റിംഗ്, ആക്റ്റീവ് സോളാർ സ്പേസ് ഹീറ്റിംഗ് ഒക്കെ ഈ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ വേറൊരു എക്സ്റ്റേണൽ എക്യുപ്മെന്റിന്റെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന അത്തരം സോളാർ എനർജിനെയാണ് നമ്മൾ ആക്റ്റീവ് സോളാർ എനർജി എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നത് ആക്റ്റീവ് സോളാർ വാട്ടർ ഹീറ്റിംഗ്, ആക്റ്റീവ് സോളാർ പൂൾ ഹീറ്റിംഗ്, ആക്റ്റീവ് സോളാർ സ്പേസ് ഹീറ്റിംഗ് ഒക്കെ ആയിട്ട് അതിന്റെ എക്സാമ്പിൾസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ആയിട്ട് പറയും. Then solar thermal energy. Solar thermal energy is the heat energy derived from the incident solar energy. This is used by solar heating panels. Okay, അപ്പം നമ്മൾ എന്താ പറയുക, ഈ സോളാർ തേർമൽ എനർജി, തേർമൽ മീൻസ് ഹീറ്റ് എനർജി ആണ് അല്ലേ, ഹീറ്റ് എനർജി യൂസ് ചെയ്യുന്നതിനാണ്, അതായത് സണ്ണിൽ നിന്നും വരുന്ന ഹീറ്റ് എനർജി യൂസ് ചെയ്യുന്നതിനാണ് സോളാർ തേർമൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഹീറ്റ് എനർജി യൂസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോളാർ വാട്ടർ ഹീറ്റിങ്ങിനും സോളാർ പൂൾ ഹീറ്റിങ്ങിനും സോളാർ സ്പേസ് ഹീറ്റിങ്ങിനൊക്കെയാണ് നമ്മൾ ഇതായിട്ട് യൂസ് ചെയ്യുക. Okay, these are the common uses of solar thermal energy. By taking advantages of these, you can get plenty of benefits. Electricity can be generated using solar energy. Commonly this is known as solar thermal electricity. അപ്പോൾ സോളാർ ഹീറ്റ് എനർജി യൂസ് ചെയ്ത് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ സോളാർ തേർമൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, photovoltaic energy. The energy generated by incident solar energy into electricity is termed as photovoltaic solar power. This is done using photovoltaic solar cell. അല്ലെ, സോളാർ സെല്ലും സോളാർ പാനലൊക്കെ അറിയാലോ. അപ്പം ഫോട്ടോവോൾട്ടൈക് മീൻസ് സോളാർ സെൽ അല്ലെങ്കിൽ അതിനെന്ത് പറയാം, ഫോട്ടോവോൾട്ടൈക് സിസ്റ്റം ഓർ PV ഓർ ഫോട്ടോ ഇലക്ട്രിക് സെൽ എന്നൊക്കെ നമുക്ക് പറയാം. സോളാർ സെല്ലിന് നമുക്ക് എന്തൊക്കെ പറയാം, വേറെ ഏതൊക്കെ നെയിമിൽ അറിയപ്പെടുന്നത്, ഫോട്ടോ വോൾട്ടൈക് സിസ്റ്റം അല്ലെങ്കിൽ PV, ഷോർട്ടായിട്ട് നമുക്ക് PV എന്ന് പറയാം, അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് സെൽ എന്നൊക്കെ പറയാം. ആർ മെയ്ഡ് ഓഫ് സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസ് ദാറ്റ് കൺവേർട്ട് സൺലൈറ്റ് ഡയറക്ട്ലി ഇൻറ്റു ഇലക്ട്രിസിറ്റി. അല്ലെ, സൺലൈറ്റിനെ ഡയറക്റ്റ് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന അത്തരം ഒരു സെമി കണ്ടക്ടിങ് മെറ്റീരിയൽ ആണ് സോളാർ സെൽ എന്ന് പറയുന്നത്. In a sunny climate, we can get enough power to run a 100-watt light bulb from just 1 square meter of solar panel. ഒരു 100 സ്ക്വയർ മീറ്റർ ഉള്ള ഒരു സോളാർ പാനലും ഉണ്ട്, ഒരു സ്ക്വയർ മീറ്റർ ഉള്ള ഒരു സോളാർ പാനലും ഉണ്ട്. നമുക്കൊരു 100 വാട്ട് പവർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ, ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇൻ ഡേ ലൈറ്റ്. അല്ലേ, നമുക്ക് സോളാർ എനർജിയുടെ ഒക്കെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസിന്റെ ഒക്കെ ഡിസ്അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ, അത് വെതർ കണ്ടീഷൻ അനുസരിച്ചിരിക്കും. അല്ലേ, ഇപ്പം നമുക്ക് ഡേ ലൈറ്റിൽ മാത്രമേ നമുക്ക് ഈ സോളാർ എനർജി ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നൈറ്റിലൊക്കെ നമുക്ക് എന്ത് ചെയ്യില്ല, ഈ സോളാർ എനർജി നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഒരു സ്ക്വയർ മീറ്റർ ഉള്ള ഒരു സോളാർ പാനലിൽ നിന്നും 100 വാട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ദീസ് ഡേയ്സ് മെനി ഓഫ് us own calculators powered by solar cells. People are increasingly installing PV panels on their outdoor roofs. അല്ലെ, നമ്മൾ ഔട്ട്ഡോർ റൂഫ്സിലാണ് നമുക്ക് സൺലൈറ്റ് എവിടെയാണോ കൂടുതലായിട്ട് കിട്ടുന്നത് അവിടെയാണ് നമുക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സോളാർ സെൽസ്
കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Okay, solar panels are placed on the roof of a home to collect the heat from the sun. Photovoltaic roof tiles are special tiles that are used to take full advantage of sunlight, and the cells in these tiles trap the sunlight and transfer into electricity. അപ്പം ഇതുപോലെ തന്നെ ഫോട്ടോ വോൾട്ടായിക് റൂഫ് ടൈൽ ഉണ്ട്. നമുക്ക് ഫോട്ടോ വോൾട്ടായിക് റൂഫ് ടൈൽ എന്ന് പറയുന്നത് റൂഫിൽ പ്ലേസ് ചെയ്യുന്ന ടൈൽ. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ സൺലൈറ്റ് കൂടുതലായിട്ടും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈൽസ്, ഒരു പ്രത്യേകത, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടൈൽസ് ആണ് ഫോട്ടോ വോൾട്ടായിക് റൂഫ് ടൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ സൺലൈറ്റിനെ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യും, അത് എന്ത് ചെയ്യും, പെനിട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. In solar photovoltaic system, electricity is generated directly from solar energy. It works on principle of photoelectric effect. When light falls on the certain materials like silicon, the electrons get oxidized, excited and എസ്കേപ്പ് ഫ്രം ദ മെറ്റൽ. അപ്പം നമുക്ക് എങ്ങനെ അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ഫോട്ടോ വോൾട്ടായിക് സെല്ലിൽ അവിടെ പിന്നെ ചെയ്യുന്ന അവരുടെ പ്രോസസ്സ് ഏതൊരു പ്രോസസ്സിലൂടെ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സോളാർ സെല്ലിൽ നടക്കുന്നത്. അതായത് സണ്ണിൽ നിന്ന് വരുന്ന സോളാർ എനർജി ഈ പാനലിൽ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഫോട്ടോൺസ്, അതിൽ വരുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ആ ഒരു കണ്ടക്ടിങ് മെറ്റീരിയലിലൂടെ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ. ദ ഇലക്ട്രോൺസ് ഗെറ്റ് എക്സൈറ്റഡ് ആൻഡ് എസ്കേപ്പ് ഫ്രം ദ മെറ്റൽ. ആ മെറ്റലിൽ നിന്നും, അപ്പോൾ സിലിക്കൺ എന്ന് പറഞ്ഞ മെറ്റൽ ആയിരിക്കും അതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവുക. ഈ ഒരു സോളാർ പാനലിൽ യൂസ് ചെയ്യുന്ന മെറ്റൽ എന്ന് പറയുന്നത് സിലിക്കൺ മെറ്റലാണ്. അപ്പോൾ സൺറൈസ് വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മെറ്റലിൽ നിന്നും ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ തുടങ്ങും, എസ്കേപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. വിച്ച് ആർ ദെൻ കളക്റ്റഡ് ബൈ അനദർ മെറ്റൽസ് ആൻഡ് പാസ് ത്രൂ വയർ ഇൻ എ സ്റ്റഡി സ്ട്രീം. ദ ഇലക്ട്രോൺ ഫ്ലോ ദസ് സെറ്റപ്പ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ ഇലക്ട്രിക് കറണ്ട്. അപ്പം അങ്ങനെ പോകുന്ന ഒരു ഇലക്ട്രോൺ ഫ്ലോസ് ഉണ്ടാകുമ്പോഴാണ് അവിടെ ഒരു എന്തുണ്ടാവുന്നത്, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതായത് സണ്ണിൽ നിന്നും വരുന്ന സോളാർ എനർജി ഈ ഒരു പാനലിൽ ഹിറ്റ് ചെയ്യും അല്ലെ, ഈ പാനലിൽ പെനിട്രേറ്റ് ചെയ്യും. ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ നമ്മൾ പാനലിൽ യൂസ് ചെയ്ത് ഈ സോളാർ സെല്ലിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് സിലിക്കൺ മെറ്റീരിയൽ ആണ്. ഈ സിലിക്കൺ മെറ്റീരിയലിൽ നിന്നും ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ തുടങ്ങും, ഈ സൺലൈറ്റ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഇലക്ട്രോൺസ് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും, ഇലക്ട്രോൺസ് എസ്കേപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ എസ്കേപ്പ് ചെയ്യുന്ന ഇലക്ട്രോൺസ് വേറൊരു മെറ്റീരിയൽ വെച്ചിട്ട് കളക്ട് ചെയ്ത് അതെന്ത് ചെയ്യും, അത് വേറെ ഒരു വയറിലൂടെ പാസ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺ കണ്ടക്ടിങ് വയറിലൂടെ പാസ് ചെയ്യും. അപ്പോൾ അവിടെ ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവും. അങ്ങനെയാണ് അവിടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. ആ ഒരു പ്രിൻസിപ്പിൾ ജസ്റ്റ് ഒന്ന് ഓർക്കുക. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താ, ഇലക്ട്രോൺസ് അല്ലെ എസ്കേപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് എന്താണ് ഫോട്ടോ വോൾട്ടായിക് എനർജി, ഫോട്ടോ വോൾട്ടായിക് സെല്ലിൽ എന്താണ്, ഏത് പ്രോസസ്സാണ് നടക്കുന്നത് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. Then concentrated solar energy. Concentrated solar power is a branch of solar thermal energy which is used to generate solar power electricity. Solar power electricity generate ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് concentrated solar energy എന്ന് പറയുന്നത്. Electricity is produced on a large scale by using this technology. Concentrated എന്ന് പറയുമ്പോൾ അല്ലേ, കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള മുഴുവനായിട്ടും കൂടുതലായിട്ടുള്ള ലാർജ് എമൗണ്ടിൽ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെയാണ് നമ്മൾ കോൺസെൻട്രേറ്റഡ് സോളാർ എനർജി യൂസ് ചെയ്യുന്നത്. ദിസ് ടെക്നോളജി ഈസ് നോട്ട് ഇൻ ഐദർ of our scope, but we can surely get its benefits from a renewable energy supplier or green power from the electricity supply company. Okay, knowing about the different solar energy types can be very helpful. You can use this knowledge in order to decide in what way the solar energy can be used for your advantage. Come what may, you will always get the benefit of any types of your solar energy and help you contribute to make this world a better place. സോളാർ എനർജി യൂസ് ചെയ്തിട്ട് നമുക്ക് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലേ, നമുക്ക് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു വേൾഡ് ഒരു ബെറ്റർ അഡ്വാൻറ്റേജിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എനർജി കൺസംഷൻസ് അല്ലെ, സോളാർ എനർജി ഒക്കെ നമുക്ക് എനർജി കൺസംഷൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നാച്ചുറലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇത്തരം സോളാർ എനർജീസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും ഫോർ ബെറ്റർ വേൾഡ്. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് സോളാർ എനർജി. അപ്പോൾ ആപ്ലിക്കേഷൻസ് ആണ്, സോളാർ എനർജിയുടെ ആപ്ലിക്കേഷൻസ് ആണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻസ്, ഏതൊക്കെ ലെവലിലാണ് നമ്മൾ ഈ സോളാർ എനർജി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ഏതൊക്കെ ഫീൽഡിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. എ സോളാർ പവർ പ്ലാന്റ് ഓഫ് സൈസ് 10 to 100 kilowatt ഡിപ്പെൻഡിങ് ഓൺ ദ ലോഡ് ഡിമാൻഡ് ഈസ് പ്രിഫറബിൾ, particularly with a liberal subsidy to raise
the quality of life of the people subjected to poverty in these areas. ഓക്കെ, അപ്പം കൂടുതലും പോവർട്ടി ഒക്കെ ഉള്ള ഏരിയാസിലൊക്കെ അവർക്ക് പവർ സപ്ലൈക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സോളാർ പവർ പ്ലാന്റ് ഒക്കെ അവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. റൂറൽ ഏരിയാസിലൊക്കെ സോളാർ പവർ പ്ലാന്റ് ഒക്കെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ട് ചെയ്യാറുണ്ട് അല്ലെ. ഒരു സബ്സിഡി, ഒരു ഡിമാൻഡിൽ, ഒരു സബ്സിഡി ബേസിലൊക്കെ സോളാർ പവർ പ്ലാന്റ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാനുണ്ട്. സെൻട്രലൈസ്ഡ് പവർ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇൻഡിവിജ്വൽ DLS ആർ ഓൾസോ കോമൺ ഇൻ മെനി റൂറൽ ആൻഡ് ഇലക്ട്രിഫൈഡ് ഹൗസസ്. അപ്പം ഈ റൂറൽ ഏരിയാസിലൊക്കെ നമ്മൾ കൂടുതലായിട്ടും സോളാർ പവർ പ്ലാന്റ്സ് ഒക്കെയാണ്, അത് യൂസ് ചെയ്തിട്ടുള്ള എനർജീസ് ആണ്, അത് യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രിസിറ്റി ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒരു ആപ്ലിക്കേഷൻ ആണ് അല്ലെ. ദെൻ യൂസസ് ഓഫ് സോളാർ എനർജി എന്തിനൊക്കെ യൂസ് ചെയ്യാനുണ്ട്? ഹീറ്റ് യുവർ സ്വിമ്മിംഗ് പൂൾ വിത്ത് സോളാർ എനർജി. സോളാർ എനർജി ക്യാൻ ഹീറ്റ് യുവർ വാട്ടർ. സോളാർ എനർജി ഫോർ ബാറ്ററിങ് ചാർജസ്. പവർ യുവർ ഹോം വിത്ത് സോളാർ എനർജി. സോളാർ എനർജി ഫോർ കുക്കിംഗ്. സോളാർ എനർജി ഫോർ ഇൻഡോർ ലൈറ്റിംഗ്. ദെൻ സോളാർ എനർജി യൂസ്ഡ് ഫോർ ഔട്ട്ഡോർ ലൈറ്റിംഗ് അല്ലെ. ഇതൊക്കെ നമ്മുടെ യൂസസ് ആണ്, സോളാർ എനർജിയുടെ കോമൺ ആയിട്ടുള്ള യൂസസ് ആണ്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ദെൻ സോളാർ എനർജി ടെക്നോളജീസ് ഏതൊക്കെ ടെക്നോളജീസ് ആണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ദർ ആർ എ നമ്പർ ഓഫ് സോളാർ ടെക്നിക്സ് വിച്ച് പ്രൊവൈഡ്സ് എ ബ്രോഡ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ഓഫ് വിച്ച് സം ഓഫ് ദം ആർ ലിസ്റ്റഡ് ബിലോ. ഫസ്റ്റ് വൺ, സോളാർ ഫോട്ടോവോൾട്ടായിക് അല്ലെങ്കിൽ സോളാർ സെൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോളാർ പാനൽ അല്ലെങ്കിൽ സോളാർ സെൽ, അതൊരു ആപ്ലിക്കേഷനാണ്, ഒരു ടെക്നോളജിയാണ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സോളാർ കുക്കർ. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് സോളാർ ഫേർണസ്. Fourth one, solar desalination. Then fifth one, solar heater. Sixth one, solar drying. Seventh one is solar space heating of building. Then eighth one is solar salt production. Okay, ഇത്രയും ആപ്ലിക്കേഷൻസ് ആണ്. ഇത് ഒരു ജസ്റ്റ് സം ഓഫ് ദം ആർ ലിസ്റ്റഡ്, കുറച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, പറഞ്ഞിട്ടുള്ളൂ. ഇതിലും കൂടുതലായിട്ടുള്ള പല ആപ്ലിക്കേഷൻസും ഇപ്പൊ സോളാർ എനർജി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഹൗ സോളാർ പാനൽ ആർ മെയ്ഡ്, എങ്ങനെയാണ് സോളാർ പാനൽ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. സോളാർ world manufactures solar panel entirely in the USA from raw silicon to completed solar panels. This process involves 4 main steps: crystal growing, wafering, solar cell production and solar panel assembly. അപ്പോൾ സോളാർ പാനലിനെ കുറിച്ചൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 4 സ്റ്റെപ്സിലൂടെയാണ് സോളാർ പാനൽ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ അതിൽ നടക്കുന്ന പ്രോസസ്സ് നേരത്തെ പറഞ്ഞതുപോലെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് അതോടെ യൂസ് ചെയ്യുക അല്ലെ. അപ്പം ഇലക്ട്രോൺസ് ഹീറ്റ് എനർജി ഹിറ്റ് ചെയ്യുന്ന സമയത്ത്, സോളാർ എനർജി ഹിറ്റ് ചെയ്യുന്ന സമയത്ത് സോളാർ പാനലിലുള്ള സിലിക്കൺ യൂസ് ചെയ്തിട്ടുള്ള സിലിക്കണിൽ നിന്നും ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, എസ്കേപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. അത് വേറൊരു മെറ്റീരിയൽ കളക്ട് ചെയ്ത് അതൊരു കണ്ടക്ടിങ് വയറിലൂടെ പാസ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സോളാർ പാനൽ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് 4 സ്റ്റേജിലൂടെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഗ്രോയിങ്, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് വേഫറിംഗ്, ആൻഡ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സോളാർ സെൽ പ്രൊഡക്ഷൻ, ആൻഡ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് സോളാർ പാനൽ അസംബ്ലി. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത്, സോളാർ എനർജി എന്നൊക്കെ പറഞ്ഞ് വരുന്ന സമയത്ത് കുറേയൊക്കെ നിങ്ങൾക്ക് എഴുതാനുണ്ടാകും. പക്ഷെ ഇതുപോലെയുള്ള പോയിന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് ശ്രമിക്കാം. ഇപ്പൊ ഫോട്ടോ വോൾട്ടായിക് സെൽ അല്ലെങ്കിൽ സോളാർ സെൽ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇതുപോലെയുള്ള അതിൽ നടക്കുന്ന പ്രിൻസിപ്പിൾ, അതിൽ ഏത് പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് അവിടെ ആ ഒരു പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ സോളാർ സെൽ കൺസ്ട്രക്ട് ചെയ്യാൻ 4 സ്റ്റേജസിലൂടെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിന്റെ പേര് അതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, സോളാർ പാനൽ ഏകദേശം അല്ലെ ഈ രീതിയിലാണ് കാണാം അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഇതിന് മുമ്പൊക്കെ കണ്ടിട്ടുണ്ടാകും. How solar works. Light hits the solar panel with the photons. The solar panel converts those photons into electrons direct current. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് സോളാർ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ സോളാർ മീൻസ് സോളാർ പാനൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. Electrons then flow through a conductor to the various device. The material responsible for doing this conversion is called a cell. അപ്പം ഈ കൺവേർഷൻ ചെയ്യുന്ന ആ ഇലക്ട്രോൺസിനെ, ഫോട്ടോൺസിനെ ഇലക്ട്രോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന അതിന് പറയുന്ന പേരാണ് സെൽ എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ സെൽ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ എന്താണ് പ്രിൻസിപ്പിൾ, ഏത് പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത് സോളാർ പാനലിൽ, എന്താണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്, എങ്ങനെയൊക്കെയാണ് ഒരു സോളാർ പാനൽ കൺസ്ട്രക്ട് ചെയ്യുന്ന അതിന്റെ 4 സ്റ്റേജസ് ഒക്കെ ഒന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, ദെൻ components of a PV solar system.
A PV solar system typically consists of 4 basic components. First one, PV array, then batteries, then inverter, charge controller. Okay, but these are the components of a photovoltaic solar system. Solar system ഏതൊക്കെ കമ്പണൻസ് ഉണ്ടാകും എന്നുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് PV array, ഫോട്ടോവോൾട്ടൈക് array, then ബാറ്ററി ഉണ്ടാകും, ഇൻവെർട്ടർ ഉണ്ടാകും, ചാർജ് കളക്ടർ ഉണ്ടാകും. ഓക്കെ, ഇത്രയും കമ്പണൻസ് ആണ് ഒരു ഫോട്ടോവോൾട്ടൈക് സോളാർ സിസ്റ്റത്തിൽ ഉണ്ടാവുക. അപ്പം പ്രത്യേകം ഓർക്കുക, സോളാർ എനർജി എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ വരുന്ന സമയത്ത് കുറേയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതാതെ ഇതുപോലുള്ള ആപ്ലിക്കേഷൻ പറഞ്ഞ് ഫസ്റ്റ് തന്നെ നമുക്ക് ഫോട്ടോ വോൾട്ടൈക് സെല്ലിനെ കുറിച്ച് പറയാം. ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു യൂസ് ആണ് അല്ലേ. അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ഫോട്ടോ വോൾട്ടൈക് സെല്ലിന്റെ അതിലെന്താ പ്രോസസ്സ് നടക്കുന്നത്, അത് ഏത് പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് അത് കൺസ്ട്രക്ട് ചെയ്യുന്നത്, അതിന്റെ കമ്പണൻസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ മെൻഷൻ ചെയ്യാം. ഓക്കെ, മറന്നു പോകാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ സോളാർ സെൽസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മോണോ ക്രിസ്റ്റലൈൻ സിലിക്കൺ മൊഡ്യൂൾ ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പോളി ക്രിസ്റ്റലൈൻ സിലിക്കൺ മൊഡ്യൂൾ. ഓക്കെ, അപ്പം ഈ ജസ്റ്റ് പേരും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ മോണോ ക്രിസ്റ്റലൈൻ സിലിക്കൺ മൊഡ്യൂൾസ് മോസ്റ്റ് എഫിഷ്യൻറ്റ് കൊമേഴ്ഷ്യലി അവൈലബിൾ മൊഡ്യൂൾ. ഇതാണ് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളതും കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സോളാർ പാനൽ എന്ന് പറയുന്നത്. പോളി ക്രിസ്റ്റലൈൻ സിലിക്കൺ മൊഡ്യൂൾ എന്ന് പറയുന്നത് ലെസ് എക്സ്പെൻസീവ് ടു മേക്ക് ദാൻ സിംഗിൾ ക്രിസ്റ്റലൈൻ മൊഡ്യൂൾ. അപ്പം പോളി ക്രിസ്റ്റലൈൻ സിലിക്കൺ മൊഡ്യൂളും മോണോ ക്രിസ്റ്റലൈൻ സിലിക്കൺ മൊഡ്യൂളും കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ളത് മോണോ ക്രിസ്റ്റലൈൻ സിലിക്കൺ മൊഡ്യൂൾ ആണ്. പോളി ക്രിസ്റ്റലൈൻ സിലിക്കൺ മൊഡ്യൂൾ എന്ന് പറയുന്നത് ലെസ് എക്സ്പെൻസീവ് ആണ്, പക്ഷേ എഫിഷ്യൻസി കൂടുതൽ ഏതിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോണോ ക്രിസ്റ്റലൈൻ സിലിക്കൺ മൊഡ്യൂളിനായിരിക്കും കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാകുക. പക്ഷേ ഇത് മോസ്റ്റ് എക്സ്പെൻസീവ് ആണ്, കൂടുതൽ എക്സ്പെൻസീവ് ആണ്, പക്ഷേ എഫിഷ്യൻസിയും കൂടുതൽ മോണോ ക്രിസ്റ്റലൈൻ സിലിക്കൺ മൊഡ്യൂളിനായിരിക്കും. പോളി ക്രിസ്റ്റലൈൻ സിലിക്കൺ മൊഡ്യൂൾ ഇൻഎക്സ്പെൻസീവ് ആണ്, ലെസ് എക്സ്പെൻസീവ് ദാൻ മോണോ ക്രിസ്റ്റലൈൻ സിലിക്കൺ മൊഡ്യൂൾ, ബട്ട് എഫിഷ്യൻസി ഈസ് lesser than the monocrystalline silicon module. Okay, then ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോളാർ പാനൽ. സോളാർ പാനലിന് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അഫക്ട് ചെയ്യാന്നുള്ളത് അല്ലേ. എന്തൊക്കെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിന്റെ എഫിഷ്യൻസി കൂടാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഷെയ്ഡിങ് അല്ലേ, ഷെയ്ഡൊക്കെ കൂടുമ്പോൾ, ഷെയ്ഡൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് നമ്മളതൊക്കെ സ്ഥാപിക്കുക. അപ്പോൾ ഷെയ്ഡുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും എഫിഷ്യൻസി ഉള്ള എനർജി നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ദെൻ ഡസ്റ്റും എന്താണ് ഒരു സോളാർ പാനലിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് application എന്ന് പറയുന്നത് solar water heater. A solar water heater is a device which provides hot water for bathing, washing, cleaning, etc. using solar energy. It is generally installed at the terrace or where sunlight is available and heats water during daytime, which is stored in an insulated storage tank for use when required, including mornings. Okay, നമുക്കറിയുന്നത് തന്നെ എന്താ ഒരു സോളാർ എനർജീനെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ എന്താ പറയുക, സോളാർ വാട്ടർ ഹീറ്റർ എന്ന് പറയുന്നത് അല്ലേ. സോളാർ എനർജീനെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസസ്, അതിൽ വാട്ടർ ഹീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അത്തരം ഡിവൈസസിനെയാണ് നമ്മൾ സോളാർ വാട്ടർ ഹീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദെൻ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക എന്നുള്ളത്. എ സോളാർ വാട്ടർ ഹീറ്റർ കംപ്രസൈസ് of an array of solar collectors to collect solar energy and an insulated tank to store hot water. Both are connected to each other. During the daytime, water in solar collectors get heated, which is either pumped or flown automatically on thermosiphon principle to the storage tank. Hot water then stored in the tank can be used for various applications. അപ്പം സോളാർ വാട്ടർ ഹീറ്റർ, അപ്പം നമ്മൾ സോളാർ സെല്ല് കഴിഞ്ഞ നെക്സ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നത് സോളാർ വാട്ടർ ഹീറ്റർ ആണ്. അപ്പോൾ വാട്ടർ ഹീറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തെർമോസൈഫൺ പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, അപ്പം അത് ജസ്റ്റ് ഒന്ന് ആ ഒരു പേര് നിങ്ങൾ മെൻഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ സോളാർ വാട്ടർ ഹീറ്ററിനെ കുറിച്ച് പറയുന്ന സമയത്ത് അതിൽ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തെർമോസൈഫൺ പ്രിൻസിപ്പിൾ ആണ് അതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. എ സോളാർ വാട്ടർ ഹീറ്റർ കംപ്രസൈസ് ഓഫ് ആൻ അറേ ഓഫ് സോളാർ കളക്ടേഴ്സ് ടു കളക്ട് എനർജി ആൻഡ് ആൻ ഇൻസുലേറ്റഡ് ടാങ്ക് ടു സ്റ്റോർ ഹോട്ട് വാട്ടർ. ബോത്ത് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ. During the daytime, water in solar collectors get heated, which is either pumped or flown automatically on thermosiphon principle to the storage tank. Hot water then stored in the tank can be used for various applications. Okay. Then solar cooker.
Solar cooker consists of an insulated box with a glass or a plastic window. The window acts as a solar energy trap by exploiting the greenhouse effect. Solar radiation passes through the window and is absorbed by the wall, the bottom of the cooker, and the cooking utensils. To maximize the heating effect, the walls and outer side of the pot should be painted black. Okay. അപ്പം സോളാർ കുക്കർ വർക്ക് ചെയ്യുന്നത് അതിൽ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അതായത് സണ്ണിൽ നിന്ന് വരുന്ന എനർജി ഒരു മിറർ ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവും. സോളാർ കുക്കർ എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്റഡ് ബോക്സ് ആയിരിക്കും. അതിന് പുറത്ത് എന്ത് ചെയ്തിരിക്കും, ബ്ലാക്ക് പെയിന്റ് ആയിരിക്കും അടിച്ചിട്ടുണ്ടാവുക. അല്ലെ, ബ്ലാക്ക് പെയിന്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാ? എന്തിനാ ബ്ലാക്ക് പെയിന്റ് ചെയ്യുന്നത്? ബ്ലാക്ക് കളറും ലൈറ്റ് കളറും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാ? അത് സണ്ണുമായിട്ട് എന്താ, സൺ റേഡിയേഷൻസുമായിട്ട് എന്താ ഒരു റിലേഷൻ ഉണ്ടാവുമല്ലോ, എന്തായിരിക്കും എന്നറിയോ? അറിയോ? ആരാ പറഞ്ഞ? അഞ്ജന. ലൈറ്റ് കളറും ഡാർക്ക് കളറും സൺലൈറ്റും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. എന്താ പറഞ്ഞേ? ഡാർക്ക് കളർ ലൈറ്റ്സിനെ റെസ്ട്രിക്റ്റ് ചെയ്യും. ഡാർക്ക് കളർ ലൈറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യും. റെസ്ട്രിക്ട് ചെയ്യാണ് ചെയ്യുക, കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാണ് ചെയ്യുക. അബ്സോർബ് ചെയ്യാണ്, അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും. ബ്ലാക്ക് കളർ കൂടുതലായിട്ടും ലൈറ്റ് റേഡിയേഷൻസ് അബ്സോർബ് ചെയ്യും, അല്ലേ? ദെൻ ലൈറ്റ് കളർ, അതായത് വൈറ്റ് കളർ ഒക്കെ എന്ത് ചെയ്യും, കൂടുതലായിട്ട് റിഫ്ലക്ട് ചെയ്യും. നമുക്ക് സോളാർ കുക്കറിൽ നമുക്ക് എന്താ സോളാർ എനർജി അല്ലെങ്കിൽ സോളാർ റേഡിയേഷൻസ് ആണ് യൂസ് ചെയ്യുക, അല്ലെ? സോളാർ എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സോളാർ കുക്കർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ സോളാർ എനർജി കൂടുതലായിട്ടും ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ട്രാപ്പ് ചെയ്ത എനർജീസ് പുറത്തേക്ക് പോകാതിരിക്കാൻ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബോക്സ് എന്തായിട്ട് പെയിന്റ് ചെയ്യും, കൂടുതലായിട്ടും ബ്ലാക്ക് പെയിന്റ് ആയിരിക്കും അടിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങൾ സോളാർ എനർജി യൂസ് ചെയ്തിട്ടുള്ള ഏതൊരു എക്യുപ്മെന്റ് ആണെങ്കിലും കൂടുതലായിട്ടും അതിന്റെ പുറത്ത് ബ്ലാക്ക് പെയിന്റ് ആയിരിക്കും അടിച്ചിട്ടുണ്ടാവുക. അതായത് കൂടുതൽ എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, കൂടുതൽ എനർജി അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ്. അതായത് ഒരു മിറർ ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവും. സണ്ണിൽ നിന്ന് എനർജി ആ മിററിലും പിന്നെ ഇവിടെ താഴെ ഉണ്ടാവും ഒരു മിറർ, നമ്മുടെ യൂട്ടൻസിൽസ്, കുക്കിംഗ് യൂട്ടൻസിൽസ് വെച്ച ഇവിടെ മിറർ ഉണ്ടാവും. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് സണ്ണിൽ നിന്ന് വരുന്ന എനർജി ഈ ഒരു മിററിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് അത് വീണ്ടും ഈ ഒരു സർഫസിൽ തട്ടി അത് വീണ്ടും റിഫ്ലക്ട് ചെയ്ത് പിന്നെയും ഇവിടെ റിഫ്ലക്ട് ചെയ്ത് അങ്ങനെ ഒരു ട്രാപ്പിംഗ് ആണ് നടക്കുന്നത്. അതിന് മുകളിലേക്ക് പോകാനായിട്ട് അത് വേറെ എങ്ങോട്ടെങ്കിലും റിഫ്ലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഇല്ല, എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങോട്ട് ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന സോളാർ റേഡിയേഷൻസ് വേറെ എന്ത് ചെയ്യാൻ പറ്റില്ല, വേറെ എങ്ങോട്ടും അതിന് റിഫ്ലക്ട് ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. അത് അവിടെ തന്നെ ട്രാപ്പ് ചെയ്യപ്പെടും. ഇവിടെ വന്ന് റിഫ്ലക്ട് ചെയ്യുന്നു, വീണ്ടും ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യുന്നു, പിന്നെയും അങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു ട്രാപ്പാണ് അവിടെ നടക്കുന്നത്. സോളാർ എനർജി ട്രാപ്പിംഗ് ആണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സണ്ണിൽ നിന്ന് വരുന്ന റേഡിയേഷൻസ് ട്രാപ്പ് ചെയ്യപ്പെടുന്നത്, അല്ലെ? നമ്മുടെ എർത്തിന്റെ സർഫസിൽ ട്രാപ്പ് ചെയ്യപ്പെടുക. അതിനാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ഒരു പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഈ സോളാർ കുക്കറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ബ്ലാക്ക് പെയിന്റ് അടിച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയിട്ടാ? ഇതിലെ കൂടുതൽ എനർജി സണ്ണിൽ നിന്ന് വരുന്ന എനർജി കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് കളർ കോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൽ റിഫ്ലക്ട് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ കൂടുതലായിട്ട് ഹോട്ട് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടാവുന്ന കുക്കിംഗ് യൂട്ടൻസിൽസ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത് അതൊക്കെ കുക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്നത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ what are solar furnaces? Solar furnace is a device that use an array of mirrors to redirect and concentrate the sun's ray onto a small surface area, thus producing extremely high temperature. The temperature can go as high as 3500 degrees Celsius. അപ്പം സോളാർ ഫേർണസസ് എന്ന് പറയുന്നത് കുറേ മിറേഴ്സിന്റെ ഒരു കളക്ഷൻസ് ഓഫ് മിറേഴ്സ് ആണ്. അപ്പോൾ കളക്ഷൻസ് ഓഫ് മിറേഴ്സ് ഇതുപോലെ ഒരു പരാബോളിക്
സ്ട്രക്ചറിലാണ് ഉണ്ടാവുക. അപ്പം ഇതിൽ കുറേ മിറേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഒരു അറേ ഓഫ് മിറേഴ്സ് ആണ്. അപ്പം ഇതിൽ നമുക്ക് സണ്ണിൽ നിന്നുള്ള റേഡിയേഷൻ ഒരു മിററിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് അവിടെ വീണ്ടും വേറൊരു മിററിൽ തട്ടി വീണ്ടും റിഫ്ലക്ട് ചെയ്ത് ഒരു ഇൻട്രാ റിഫ്ലക്ഷൻ ആണ് അവിടെ നടക്കുന്നത് അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും റിഫ്ലക്ട് ചെയ്ത് അപ്പോൾ കൂടുതലായിട്ട് ഈ ഒരു സർഫസ് കൂടുതലായിട്ടും ഹീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഹീറ്റ് അവിടെ ടെമ്പറേച്ചർ അവിടെ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സോളാർ ഫർണസിൽ നടക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രാ റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ സണ്ണിൽ നിന്ന് വരുന്ന റേഡിയേഷൻ ഒരു മിററിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് വീണ്ടും ഒരു മിററിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് അപ്പൊ ഇവിടെ തന്നെ അത് ട്രാപ്പ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പൊ സോളാർ കുക്കറിൽ പോലെ തന്നെ ഉള്ളൊരു പ്രിൻസിപ്പിൾ ആണ്. പക്ഷെ അവിടെ ഡിവൈസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് an array of mirrors ആണ് നമ്മൾ യൂസ് ചെയ്തത്. an array of mirrors, collection of mirrors. Okay, the temperature can go as high as 3500 ഡിഗ്രി സെൽഷ്യസ്. അപ്പം നമുക്ക് ഈ ഒരു സോളാർ ഫർണസ് ഉപയോഗിച്ചിട്ട് നമുക്ക് 3500 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് ടെമ്പറേച്ചർ ഹൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, then general uses for solar furnaces: running steam turbines for solar power plants, then cook food and boil water in a solar oven, then produce hydrogen fuel, then last one is perform scientific experiments which require extreme temperatures without pollution. അപ്പോൾ നമ്മൾ സോളാർ ഫർണസസ് ഒക്കെ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത്, അതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ സ്റ്റീം ടർബൈൻ റൺ ചെയ്യാനായിട്ടും സോളാർ പവർ പ്ലാന്റ്സ്, അതായത് സോളാർ പവർ പ്ലാന്റ്സിലെ സ്റ്റീം ടർബൈൻസ് റൺ ചെയ്യാനായിട്ട് നമ്മൾ സോളാർ ഫർണസസ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ കുക്ക് ഫുഡ് ആൻഡ് ബോയിൽ വാട്ടർ ഇൻ എ സോളാർ അവൻ. സോളാർ അവനിൽ ഫുഡ് കുക്ക് ചെയ്യാനായിട്ടും വാട്ടർ ബോയിൽ ചെയ്യാനായിട്ടൊക്കെ നമ്മൾ സോളാർ ഫർണസസ് യൂസ് ചെയ്യാറുണ്ട്. അതിൽ നിന്നും കിട്ടുന്ന എനർജി നമ്മൾ, അതായത് സണ്ണിൽ നിന്ന് വരുന്ന എനർജി നമ്മൾ സോളാർ ഫർണസിൽ ട്രാപ്പ് ചെയ്ത് അത് നമ്മൾ എന്തായിരിക്കും വേറൊരു എനർജി ആയിട്ട്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ടോ കൺവേർട്ട് ചെയ്യും. അല്ലെങ്കിൽ അതിൽ നിന്നുള്ള എനർജി, ഹീറ്റ് എനർജി ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സോളാർ അവനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ദെൻ പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ഫ്യൂൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ദെൻ സയന്റിഫിക് എക്സ്പെരിമെന്റ്, അപ്പം കൂടുതൽ എക്സ്ട്രീം ആയിട്ടുള്ള ടെമ്പറേച്ചർ ആവശ്യമായിട്ടുള്ള സയന്റിഫിക് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാനൊക്കെ നമ്മൾ ഈ ഒരു സോളാർ ഫർണസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഡൊമസ്റ്റിക് യൂസസിന് യൂസ് ചെയ്യാറുണ്ട്, അഗ്രികൾച്ചറൽ യൂസസ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ യൂസസ് ഉണ്ട്. ഓക്കെ, ദെൻ സോളാർ ഡിസാലിനേഷൻ. സോളാർ ഡിസാലിനേഷൻ എന്ന് പറയുന്നതും ഒരു ആപ്ലിക്കേഷൻ ഓഫ് സോളാർ എനർജിയുടെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ദ പ്രോസസ് ഓഫ് റിമൂവിങ് സാൾട്ട് എസ്പെഷ്യലി ഫ്രം seawater so that it can be used for drinking or watering crops using solar radiation. അപ്പം സീ വാട്ടറിലുള്ള സോൾട്ട് കണ്ടന്റ് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ മിനറൽസ് റിമൂവ് ചെയ്ത് അത് വാട്ടർ പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സോളാർ ഡിസാലിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസാലിനേഷൻ എന്ന് പറയുന്നത് എന്താ, ആ സോൾട്ട്, സീ വാട്ടറിൽ നിന്നും സോൾട്ട് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ, അല്ലെങ്കിൽ മിനറൽസ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസാലിനേഷൻ എന്ന് പറയുന്നത്. അത് സോളാർ എനർജി യൂസ് ചെയ്തിട്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ സോളാർ desalination എന്ന് പറയും. The process of removing salt especially from seawater so that it can be used for drinking or watering crops using solar radiation. Solar radiations യൂസ് ചെയ്തിട്ട് സീ വാട്ടറിലുള്ള സോൾട്ട് കണ്ടന്റ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, സോളാർ ഡിസാലിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ നെയിമൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ. ദെൻ സോൾട്ട് പ്രൊഡക്ഷൻ, അത് തന്നെ സീ വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് സോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന് ദ പ്രോസസ് ഓഫ് ഇവാപറേറ്റിംഗ് സീ വാട്ടർ ടു പ്രൊഡ്യൂസ് സോൾട്ട് യൂസിങ് സോളാർ എനർജി യൂസ് ചെയ്ത് സീ വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് അതിലുള്ള സോൾട്ട് കണ്ടന്റ് വേർതിരിച്ചെടുക്കുന്ന, സോൾട്ട് ആവശ്യമുള്ള സമയത്ത് സോളാർ എനർജി യൂസ് ചെയ്ത് സീ വാട്ടറിൽ നിന്നുള്ള സോൾട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക, സോൾട്ട് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then solar drying of agricultural and animal products is the most ancient traditional method of utilizing direct solar energy. It is the cheapest and simplest way to dry crops in regions having abundant sunshine. അപ്പം നമ്മൾ സാധാരണയായിട്ട് ട്രഡീഷണൽ ആയിട്ട് ആൻഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് അല്ലെ, പാസീവ് സോളാർ എനർജി യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, അതാണ് സോളാർ ഡ്രൈയിങ്. അഗ്രികൾച്ചറൽ പേർപ്പസിനായാലും ആനിമൽ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ ഡ്രൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന, ഡയറക്റ്റ് സൺലൈറ്റ് യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സോളാർ ഡ്രൈയിങ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ആപ്ലിക്കേഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോട്ടോ വോൾട്ടായിക് സെൽ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫോട്ടോ വോൾട്ടായിക് സെൽ, ദെൻ സോളാർ വാട്ടർ ഹീറ്റർ, ദെൻ സോളാർ കുക്കർ, സോളാർ ഫർണസ്, സോളാർ ഡിസാലിനേഷൻ, സോളാർ സാൾട്ട് പ്രൊഡക്ഷൻ ആൻഡ് സോളാർ ഡ്രൈയിങ്. ഇത്രയും ആപ്ലിക്കേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സോളാർ എനർജി. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത് അല്ലെ. സോളാർ എനർജി എന്ന് പറയുന്നത് നമുക്ക് എന്താ, കൂടുതലായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു എനർജി സോഴ്സ് ആണല്ലേ. അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുന്നത് എന്താ,
പിന്നെ പൊല്യൂഷൻ ഫ്രീ ആണല്ലേ, സോളാർ എനർജി എന്ന് പറയുന്നത് പൊല്യൂഷൻ ഫ്രീ ആണ്. അപ്പോൾ പൊല്യൂഷൻ ഫ്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ഇൻക്രെഡിബിൾ ആണ്. ആ നമ്മുടെ എർത്തിലേക്ക് എത്തുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് ഇൻക്രെഡിബിൾ ആണ്. നമുക്ക് എത്ര വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ എന്ന് പറയുന്നത് പൊല്യൂഷൻ ഫ്രീ ആണ്, കോസ്റ്റ് ഇല്ല അല്ലെ, ഇൻഎക്സ്പെൻസീവ് ആണ്. അതൊക്കെ നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാം. ദെൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും നമുക്ക് ഡേ നൈറ്റിൽ നമുക്ക് സോളാർ എനർജി യൂസ് ചെയ്യാൻ, സോറി നൈറ്റിൽ നമുക്ക് സോളാർ എനർജി യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ അതിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ വലിയൊരു എക്വിപ്മെന്റ്, ഇപ്പൊ സോളാർ ഫർണസ് ഒക്കെ പോലെയുള്ള വലിയൊരു കൺസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് വേണ്ടി വരും അല്ലെ. അതുപോലെയുള്ള വലിയൊരു കൺസ്ട്രക്ഷൻ വേണ്ടി വരും ഇത് കളക്ട് ചെയ്യാനായിട്ടും ഇത് കൺവേർഷൻ ആയിട്ടും സ്റ്റോറേജിനൊക്കെ ആയിട്ട്. അതിന് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആയിരിക്കും. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ സോളാർ എനർജി കളക്ട് ചെയ്യാനും കൺവേർട്ട് ചെയ്യാനും അതിന്റെ സ്റ്റോറേജ് പർപ്പസിനൊക്കെ ആയിട്ട് അത് മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ വളരെ ഹൈ ആയിരിക്കും അല്ലേ. അപ്പൊ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. പിന്നെ നൈറ്റ് ടൈമിൽ നമുക്ക് സോളാർ എനർജി അവൈലബിൾ ആയിരിക്കില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ട് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഓക്കെ, ക്ലിയർ? അറ്റൻഡൻസ് പറഞ്ഞ അറ്റൻഡൻസ് എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? അക്ഷയ്, അഞ്ജന, അനുശ്രീ, ആഷ്ന, അശ്വിൻ, ഡൊമിനിക്, ഹൻഷീസ്, ആദിൽ, റോഷ്നി, മാല, ഷാരൻ, റോഷ്നി. ആരാ ഇല്ലാത്തത്? ആരാ ഇല്ലാത്തതാരാ? അശ്വിൻ ഒന്നാണ്. ഓക്കെ ഓക്കെ, ശരി, ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പൊ നാളെ പഠിച്ചിട്ട് വരാം കേട്ടോ. ആപ്ലിക്കേഷൻസ് ഒക്കെ പഠിച്ചിട്ട് വരാം. ഓരോന്നിലും നടക്കുന്ന പ്രോസസ്സ് പ്രിൻസിപ്പിളൊക്കെ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ചോദിക്കും കേട്ടോ.